ഇപ്പൊ ഈ പറഞ്ഞ സ്വലാഹിന്റെ ഇമാറത്ത് സ്വലാഹിനെ എങ്ങനെ മനസ്സിലാക്കി ഓരോരുത്തർ പറയട്ടെ. അതിന്റെ കൂടെ ദൗറൊക്കെ എങ്ങനെ മനസ്സിലാക്കി പറഞ്ഞോട്ടെ. ദൗറ അതിന് ബന്ധമുള്ളതുകൊണ്ട് വരും, ചർച്ചയിൽ വരും. ഇവിടെ ദൗറ അല്ല, ഇമാറത്താണ് വിഷയം. ദൗറ എന്നുള്ളത് കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരു സ്ഥലത്ത് ഒരു കിതാബ് വായിക്കുന്നതിന് ആരും കുറ്റം പറയുമോ? അങ്ങനെ പറയുന്നതിന്റെ ഭ്രാന്തനല്ലേ? അങ്ങനെ സംഭവം ഉണ്ടാവില്ല. ഇവിടെ ഇമാറത്ത് അംഗീകരിച്ചുകൊണ്ടുള്ള ദൗറയാണിത് എന്നുള്ള നിലക്കാണ് ഫിത്ന എന്ന് പറഞ്ഞവർ പറയുന്നത്. സാധാരണക്കാരും ആരെയും അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആ നിലക്കെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിയർ ആയാൽ മതി. അത് പറഞ്ഞു അല്ല, അത് ബന്ധമുള്ളതുകൊണ്ട് ഒരുമിച്ച് വരികയാണ് സ്ഥലമായി. രണ്ടും ഒരുമിച്ച് പറഞ്ഞോട്ടെ. പെട്ടെന്ന് കഴിയും. അതായത് നമ്മളൊരു 4 ആള് കൂടുമ്പോൾ അതിലൊരു നേതാവ്, ഈ അമീർ ഭരണാധികാരി ഹാക്കിമെന്നൊന്നുമല്ല, അതിന്റെ സാങ്കേതികത്തിലേക്ക് പോകണ്ട, ഒരാള് വേണ്ടേ. ഞാനും നിയാഫും സലാഹുദ്ദീനും ചേളാരി ആശംസരെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ കൂടാണ്. അതിൽ ഒരു വേണ്ട, നേതാവ് വേണ്ടേ. അയാളുടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. അൽബാനി പറഞ്ഞു എന്ന് പറഞ്ഞു ഒരൊറ്റ മിനിറ്റ്. അൽബാനി ജീവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് അതൊരു ഇസ്ലാമിക അല്ലെങ്കിൽ അർദ്ധ ഇസ്ലാമിക ഗവൺമെന്റ് ഹുക്കൂമത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ അതല്ല. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ നേരിടേണ്ടി വരും. ഒരു ക്ലാസ് നടത്തിയാല് ഇപ്പതാ ഇദ്ദേഹത്തിന് വന്ന ഇതുകള്, അതിന് നമ്മളൊക്കെ ആരൊക്കെ പോയി കാണാൻ പോയിട്ടുണ്ട് അറിയോ? മന്ത്രിനെ വരെ നമ്മളൊക്കെ. ഞാനൊന്നും അങ്ങനെ പോകാത്ത ഒരാളാണ് സത്യം പറഞ്ഞ, എന്റെ അനുഭവം അറിയുന്നവർക്കറിയാം. പക്ഷെ ഇതിന് നമുക്കൊരാള് വേണ്ടേ? അതാണ് ഈ പറയുന്നത്. എന്നല്ലാണ്ട് അബ്ദുറഹ്മാൻ ഓഫീസിൽ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഒരു ഉത്തരവ്